ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രാഹുലിനെ കുറിച്ച് കിരണാണെങ്കിൽ രൂപ എടുത്തും ചന്ദ്രസേനോട് പറയാട്ടോ, അല്ല ഈ രാഹുൽ ഇവിടെ വന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞു മോനെ എന്ന് ചന്ദ്രസേന ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ടേ, നമ്മളെല്ലാവരും നമ്മൾ ഇന്നലെ വരെ വെറുത്തുകൊണ്ടിരുന്ന പ്രകാശം തന്നെയാണ് അച്ഛാ, ഇപ്പം സ്നേഹിക്കണം എന്ന് പറഞ്ഞ പ്രകാശം തന്നെയാണ് എന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കിരൺ ആ സംഭവങ്ങളൊക്കെ പറയണം. അതായത് പ്രകാശൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രാഹുൽ അതിന് മുമ്പേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാർ ഒരു മൂലൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം രൂപയുടെയും അതുപോലെ തന്നെ ചന്ദ്രസേനൻ്റെ വീട്ടിലേക്ക് രാഹുൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് കണ്ട പ്രകാശൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഇവൻ കല്യാണി മോളെ ഇല്ലാതാക്കുമെന്നല്ലേ പറഞ്ഞത്, പക്ഷെ എന്താ ഇപ്പോൾ ഒരു ചന്ദ്രസേന സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ ഇത് കിരൺ മോനെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് കുറച്ച് മാറി നിന്നിട്ട്, അതായത് ഓട്ടോ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, കുറച്ച് മാറി നിന്നിട്ട് പ്രകാശൻ കിരണിനെ വിളിക്കണം. അപ്പം കിരൺ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പ്രകാശനാണല്ലോ വിളിക്കണത് എന്ന് കിരൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം. എന്തായാലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, കിരൺ മോനെ, ഇത് ഞാനാ പ്രകാശൻ. പറഞ്ഞോ എന്ന് പറയുമ്പോൾ, കിരൺ മോനെ, നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇന്ന് കല്യാണി മോളെ കൊല്ലാനല്ല രാഹുൽ ഇറങ്ങിയിരിക്കുന്നത്, പിന്നെ നിൻ്റെ അമ്മേനെയും അച്ഛനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് രാഹുൽ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് എന്ന് പറയുമ്പോഴേക്കും, ഞാൻ സത്യമാണ് പറയണത്, ഞാനിപ്പോൾ മോൻ്റെ അമ്മയുടെ വീട്ടിന് മുമ്പിലുണ്ട്. ആ രാഹുൽ ഇവിടേക്ക് കയറിപ്പോണത് ഞാൻ കണ്ടതാണ് മോനെ. അവൻ എല്ലാവരുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണി മോളെ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞത്. അവനറിയാം എത്ര നേരം വൈകിയാലും ചന്ദ്രസേനും രൂപയും ഈ വീട്ടിൽ വരുമെന്ന്. അവരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവൻ ഇങ്ങോട്ടേക്ക് പോയത്. അവൻ്റെ അകത്ത് കയറി പോയിട്ടുണ്ട്. മോൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. എടോ, തന്നെ നിരപരാധിയാന്ന് പറഞ്ഞിട്ട് ഞാനും കല്യാണം കൂടി പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത് ആ ക്യാമറയുടെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു. തന്നെ വിശ്വസിക്കാവോ എന്ന് പറയുമ്പോൾ, മോനെ ഞാൻ പറഞ്ഞത് മോനൊന്ന് വിശ്വസിക്കേ, ഞാൻ നിങ്ങളുടെ നന്മ കരുതിയാ മോനെ ഞാൻ പറയണത്, ഞാൻ മാറി മോനൊന്ന് വിശ്വസിക്കേ, മോൻ വരണം. താൻ അതിനിടയ്ക്ക് വേറെ ഇതിന് എന്തിനു വെച്ചിട്ടുണ്ടോ എന്നെ എങ്ങനെ ഇല്ലാതാക്കാനായിട്ട്? മോനെ ഞാൻ പറഞ്ഞ സത്യമാണ്, മോനൊന്ന് വിശ്വസിക്കുക. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, കാരണം എനിക്ക് മരണഭയമൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞിട്ട് കിരൺ അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് പ്രകാശൻ പറഞ്ഞുകൊണ്ട് നേരെ വണ്ടി എടുത്തിട്ട് രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് പ്രകാശിനോട്, ചേട്ടാ എത്ര നേരം വെയിറ്റ് ചെയ്യണോ? അല്ല, കുറേ നേരം വെയിറ്റ് ചെയ്ത് തന്നെ ചിലപ്പോൾ ആൾക്കാർ പറയും പൈസ ഇല്ലയെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാറുണ്ടേ, നീ പൈസ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കുമ്പോൾ, അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് ചേട്ടനെ വിശ്വാസമാണ്, എത്ര നേരം വേണമെങ്കിലും ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാട്ടോ. പെട്ടെന്ന് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിരൺ വരുമ്പോൾ തന്നെ പ്രകാശ് കിരണിൻ്റെ അടുത്തേക്ക് പോവാണ്. അയാൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ, അവൻ മുകളിൽ കയറി പോണത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയാണ്. അല്ല, അപ്പോൾ താൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നോ? മോനെ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി തന്നെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവന് 2 ദിവസം വെച്ച് വിളമ്പി അവൻ്റെ കൂടെ. പക്ഷെ അവൻ കല്യാണി മോളെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് എന്നോടും പറഞ്ഞത്. പക്ഷെ അവൻ വണ്ടിയായിട്ട് ഇറങ്ങിയപ്പോൾ ഈ റൂട്ടിൽ പോണ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കല്യാണി മോളല്ല അവൻ്റെ ലക്ഷ്യം, രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനൻ സാറാണെന്ന്. കാരണം രൂപ മേഡത്തിൻ്റെ ഒരുപാട് സ്വത്തുക്കൾ ആഗ്രഹിച്ചതല്ലേ അവൻ. അത് കിട്ടാതെ ആയപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ശത്രുത അവൻ ഇപ്പോൾ ഉള്ളത് നിൻ്റെ അമ്മയുടെ തന്നെയാണ് മോനെ. ആദ്യം നിൻ്റെ അമ്മേനെയും അച്ഛനെ ഇല്ലാതാക്കിയിട്ട് നിന്നെയും കല്യാണിനേക്ക് ഇല്ലാതാക്കാനായിരിക്കും അവൻ്റെ പ്ലാന്. ശരി, താൻ പറഞ്ഞ സത്യമാണെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയാണ്. ശേഷം കിരൺ അകത്തേക്ക് കയറുന്ന മുമ്പ് തന്നെ രാഹുൽ അകത്തേക്ക് കയറുന്നത് എങ്ങനെയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. രാഹുൽ അകത്തേക്ക് മതിൽ ചാടി കിടക്കുമ്പോഴേക്കും വീട് ലോക്കാണ്. രാഹുൽ പുറകെ കൂടി പോയിട്ട് തോക്ക് വെച്ചിട്ട് ലോക്കിൽ വെടിവെച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറുന്ന രാഹുൽ ചന്ദ്രസേനൻ്റെ രൂപയുടെ മുകളിലത്തെ റൂമിലേക്കാണ് പോയി വിളിച്ചു നിൽക്കുന്നത്. അങ്ങനെ കിരൺ അകത്തേക്ക് കയറുമ്പോഴേക്കും ലോക്ക് നോക്കുമ്പോൾ ലോക്ക് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഇയാൾ എങ്ങനെയാണ് അകത്ത് കയറിയത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. കിരണിൻ്റെ കയ്യിൽ അവിടുത്തെ ചാവിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കിരണിൻ്റെ ആ ഒരു കീയിൽ കല്യാണിയുടെ, അതായത് കിരണും കല്യാണി നിൽക്കിയിട്ട് വീട്ടിലെ ചാവി, ചന്ദ്രസേനൻ്റെ വീട്ടിലെ ചാവി, രൂപയുടെ വീട്ടിലെ ചാവി, എല്ലാ ചാവിയും ഉണ്ട്. അപ്പോൾ ആ കീ വെച്ചിട്ട് തന്നെയാണ് കിരൺ അകത്ത് കയറുകയാണ്. അകത്ത് കയറുന്ന കിരൺ എല്ലാ റൂമിലും പതുക്കെ നോക്കുന്നുണ്ട്. അവിടെയൊന്നും, അത് താഴത്തെ നിലയിലൊന്നും തന്നെ രാഹുലിനെ കാണുന്നില്ല. പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് കിരണിനെ മനസ്സിലാവുന്നത് അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്ന്. കാരണം തോക്ക് വെച്ചിട്ടാണ് അയാൾ അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറുന്ന കിരൺ മനസ്സിലാക്കാണ്. ഓഹോ, അപ്പോൾ അയാളുടെ കയ്യിൽ തോക്കുണ്ട് എന്ന് കിരൺ പറയുന്നുണ്ട്. ശേഷം കിരൺ നേരെ മുകളിലേക്ക് കയറി പോവാണ്. മുകളിൽ കയറി പോകുന്ന കിരണിനെ മാത്രമേ പിന്നീട് കാണിക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്രസേനയും രൂപയും വീട്ടിലേക്ക് വന്നില്ലേ. അപ്പോൾ ചന്ദ്രസേന മുകളിലത്തെ നിലയിൽ കയറുമ്പോഴേക്കും രൂപയെടുത്ത് മരുന്നെടുത്തതാന്ന് പറഞ്ഞിട്ട് മുകളിൽ കയറി പോകുന്ന ഭാഗം നില കാണിച്ചില്ലേ. അങ്ങനെ ചന്ദ്രസേന മുകളിൽ കയറി പോകുന്ന സമയത്ത് റൂമിലേക്ക് എത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വാതിലിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നിരുന്ന ആ രാഹുൽ തോക്കെടുത്ത് ചന്ദ്രസേന നേരെ നീട്ടുവാട്ടോ. അപ്പോഴേക്കും അവിടേക്ക് കിരൺ വന്നിട്ട് രാഹുലിനെ തള്ളി മറിച്ചിടുവാണ്. ശേഷം ചന്ദ്രസേനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് കിരൺ രാഹുലിനെ, എൻ്റെ അച്ഛനെ നിനക്ക് കൊല്ലണോലടാ, എൻ്റെ അമ്മേനെ നിനക്ക് കൊല്ലണോലടാ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ പിടിച്ച് തള്ളുവാട്ടോ. ആ സമയത്ത് മതിലിൽ പോയി ഇടിച്ചിട്ടാണ് രാഹുലിൻ്റെ തല പൊട്ടുന്നത്. മതിലിൽ പോയി ഇടിക്കുന്നത് രാഹുലിൻ്റെ ബോധവും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് രൂപ കയറി വരുന്ന ആ ഒച്ച കേട്ടിട്ട്. അങ്ങനെ വരുമ്പോഴേക്കും
നമ്മുടെ രൂപ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇയാൾ എങ്ങനെ ഇവിടെ വന്നു? ചന്ദ്രേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല, കറക്റ്റ് സമയത്ത് കിരൺ മോൻ വന്നോണ്ടാ. അല്ല കിരണേ, നീ എങ്ങനെയാണ് അറിഞ്ഞത് ഇയാൾ ഇവിടെ ഒളിച്ചു നിൽക്കുന്ന കാര്യം? അത് പറഞ്ഞത് പ്രകാശനാച്ച. പ്രകാശനോ? അതെ, അയാളെന്നെ വിളിച്ചു പറഞ്ഞു കല്യാണിയല്ല രാഹുലിൻ്റെ ലക്ഷ്യം, അമ്മയും അച്ഛനാണ് രാഹുലിൻ്റെ ലക്ഷ്യമെന്ന് പ്രകാശൻ എന്നെ വിളിച്ചു പറഞ്ഞത്. അത് പ്രകാരമാണ് ഞാനിവിടെ വന്നത്. ആദ്യം ആൾ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇയാളോട് ഒളിച്ചു നിൽക്കുന്നുണ്ട്. അമ്മയുടെ സ്വത്തിനെ മാത്രം സ്നേഹിച്ചവനായവൻ അമ്മയുടെ സ്വത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവൻ കാണിച്ച പരിപാടി കണ്ടില്ലേ? ആദ്യം അച്ഛനെ കൊല്ലണം, അച്ഛൻ ചോര വാർന്ന് കിടക്കണ കാണുമ്പോൾ ആ കാഴ്ച കണ്ട് നെഞ്ചു പൊട്ടിയിരിക്കുന്ന അമ്മയുടെ മേത്തേക്കും ബുള്ളറ്റ് കയറ്റണം, അതായിരുന്നു അമ്മ ഇയാളുടെ ലക്ഷ്യം എന്ന് പറയാണ്. എടാ, തനിക്ക് കിട്ടിയതൊന്നും പോരാലേ? തൻ്റെ ജീവിതം തന്നെ തകർന്നില്ലേടോ? താൻ തകർന്നു. തൻ്റെ മോളാണെങ്കിലോ ഇത്ര നാൾ അമ്മ എന്ന് വിളിച്ച സ്ത്രീ അവളുടെ അമ്മ അല്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ തകർന്നു. ഇനിയും അവളുടെ മുമ്പിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടല്ലോ എന്ന് രൂപ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അമ്മേ അവൾ ഏകദേശം ഒരു ദുരന്തങ്ങളൊക്കെ അറിഞ്ഞു അമ്മേ. മനോഹരൻ എന്തൊക്കെ ഉടായിപ്പെടുന്നൊക്കെ അവൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായി. അത് ഇയാൾക്ക് മനസ്സിലായി. അപ്പം മോളുടെ ജീവിതം തകരാൻ പോണെന്ന് മനസ്സിലാക്കിയ ഇയാൾ അതിന് മുമ്പ് നമ്മുടെയൊക്കെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു എന്ന് പറയാണ്. ചന്ദ്രസേന അപ്പം തന്നെ പോലീസിനെ വിളിക്കണം കേട്ടോ. എന്നിട്ട് രാഹുലിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ എഴുന്നേക്കടാ, നിന്നെ കൊണ്ടുപോകാനായിട്ടേ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന രാഹുലിനെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളുവാട്ടോ. കറക്റ്റ് സമയത്തിനവിടെ പോലീസുകാർ വരുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൊക്കെ അവിടേക്ക് വരുവാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ പ്രകാശിന് വരുവാട്ടോ. പ്രകാശിനെ കാണുമ്പോൾ തന്നെ രാഹുലിന് ദേഷ്യം വരുവാണ്. പോലീസുകാരുടെ അടുത്ത് ചന്ദ്രസേന പറയുന്നുണ്ട്, സാറേ എൻ്റെ ഭാര്യനെ കൊല്ലാൻ നോക്കിയതായി ഇവനെ പെട്ടെന്ന് ഉണ്ടി മാറ്റിയപ്പോൾ തല മതിലിടിച്ചെന്നേ ഉള്ളൂ, കുറച്ച് ബ്ലീഡിങ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല സാറേ എന്ന് പറയാണ്. പ്രകാശിനെ കാണുമ്പോൾ പോലീസ് ചോദിക്കണ്ടല്ല, ഇവനാ പ്രകാശനല്ലേ, ഇവനെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അയാൾ കുഴപ്പക്കാരനല്ല സാറേ, ഈ പ്രകാശം കാണുക എൻ്റെ അച്ഛനെ അമ്മനെ കൊല്ലാൻ വന്ന ഇവനെ പിടികിട്ടിയത് എന്ന് പറയാണ്. എടാ രാഹുൽ, നിനക്ക് കിട്ടിയൊന്നും പോരല്ലേടാ, പോലീസുകാരുടെ അടി ശരിക്കും കാണിച്ചടാ, നിനക്കിനി ജയിലിൽ കിടക്കാം എന്ന് പറയുമ്പോൾ രാഹുൽ ദേഷ്യത്തോട് കൂടി തന്നെ രൂപേനെ ചന്ദ്രസേനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ പോയാലുവേ അവിടെ 2 പേരുണ്ട്, വിക്രമും ഗംഗപ്രസാദും, അവർ നിങ്ങൾ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ പോലീസ് ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മതിയായില്ലേടാ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ പിടിച്ചു വലിച്ച് ജീപ്പിലേക്ക് കയറ്റും കേട്ടോ. ജീപ്പിൽ അതായത് ജീപ്പ് പോയിട്ട് അറ്റത്ത് എത്ര വരെ രാഹുൽ ചന്ദ്രസേനെയും രൂപേനെയും കിരണിനെയും പ്രകാശിനെയൊക്കെ മാറി മാറി ദേഷ്യത്തോടെ നോക്കുക കേട്ടോ. അയാൾ പോയി കഴിയുമ്പോഴേക്കും രൂപ പറയണം, അവൻ്റെ നോട്ടം കണ്ടില്ലേ, കിട്ടിയതൊന്നും അവനെ പോരാ എന്ന് പറയാണ്. ശേഷം നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, സാറേ ഞാൻ പറഞ്ഞില്ലേ സാറേ, അവൻ നിങ്ങളെ കൊല്ലാൻ വന്നത്, ഞാൻ പറഞ്ഞ സത്യമായില്ലേ സാറേ, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങളെ കൊല്ലാൻ വന്നത് അറിഞ്ഞിട്ട് അത് തടയാൻ വന്നതാണ് ഞാൻ എന്ന് പ്രകാശം പറയുമ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ശരി അവൻ എന്നെ കൊല്ലാൻ വന്നുകൊണ്ടാണ് നീ അതിലിടപെട്ട് എന്നെ രക്ഷിച്ചത്, സമ്മതിച്ചു. പക്ഷേ ഇതേ സംഭവം നിൻ്റെ മോൾക്കാണ് സംഭവിക്കണമെങ്കിൽ നീ രക്ഷപ്പെടുത്തോ? അല്ല നിൻ്റെ മോൾ എങ്ങനെയും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനല്ലേ നീ എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, എൻ്റെ മോൾക്കാണ് ഇത് സംഭവിച്ചെങ്കിലും ഞാനത് സഹായിക്കുമായിരുന്നു. കാരണം ഇപ്പം എനിക്ക് എൻ്റെ പെൺമക്കൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. നല്ലത് മനസ്സിലാക്കാനുള്ള കണ്ണ് പ്രകാശിനെ വന്നു സാറേ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും, കാരണം ഞാൻ അത്രമാത്രം ക്രൂരത കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ നാളൊരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളൊന്നും ആരും ഒന്നും ചെയ്യില്ല. എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് മാത്രമേ നിങ്ങളെയൊക്കെ ഒരാൾക്ക് തൊടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ കൂടി 2 ദിവസം അവൻ്റെ കൂടെ കൂടി അവൻ്റെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ അപ്പോഴും എന്നോട് അവൻ പറഞ്ഞില്ല കേട്ടോ, കല്യാണി മോളല്ല നിങ്ങളാണ് അവൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞേയില്ല. അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്, അതന്നെയാ കാര്യം. പക്ഷേ അവൻ പുറപ്പെട്ടപ്പോൾ തന്നെ അവൻ്റെ പുറകെ ഞാൻ പുറപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അവൻ്റെ ലക്ഷ്യം കല്യാണി മോളല്ല നിങ്ങളാണെന്ന്. കല്യാണി മോളെ കൊല്ലുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ കൊല്ലാനായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തായാലും നിങ്ങളാരും പേടിക്കേണ്ട, പ്രകാശനുള്ളപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പ്രകാശം പറയുന്ന ആ ഒരു ഭാഗത്തോടെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് കുറച്ച് എപ്പിസോഡ് ഡിലേ ആയി പോയിട്ടോ. നാളെ മുതൽ കറക്റ്റ് സമയത്തിടാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.